ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങളിന്ന് തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഞാൻ റെഡി ആവുന്നത് ഇഫ്താർ കൂടാനായിട്ട് ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്കിലേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. യുഎഇയിൽ കുറച്ച് കാലമായിട്ടുണ്ടെങ്കിലും ഗ്രാൻഡ് മോസ്ക് 2-3 പ്രാവശ്യം വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇഫ്താർ കൂടുന്നത് ഇത് ആദ്യമാണ് കേട്ടോ. അപ്പോൾ അത് ഏതായാലും ഈ വർഷം സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പള്ളിയിലൊരു ഏകദേശം ഒരു 6 o'clock ഒക്കെ ആയപ്പോൾ പള്ളിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പള്ളിയിലോട്ട് കിടക്കാം കേട്ടോ. പള്ളിയുടെ ഉള്ളിലോട്ട് കയറിക്കഴിഞ്ഞാൽ പാർക്കിങ്ങിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. പള്ളിയുടെ ഉള്ളിൽ തന്നെ മോർ ദാൻ 8000 പാർക്കിംഗ് സൗകര്യം പള്ളിയുടെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ കൂടാണ്ട് റമദാനായിട്ട് അഡീഷണൽ ഒരു 1800 പാർക്കിംഗ് സൗകര്യം ഗേറ്റ് നമ്പർ 7ൻ്റെ അവിടെയും ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ബസ്സിലാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അബുദാബി ബസ് സ്റ്റേഷനിൽ ബസ് നമ്പർ 094 എന്ന ബസ് എല്ലാ 30 മിനിറ്റ് കൂടുമ്പോഴും മോസ്കിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് കേട്ടോ. يشع بأنوار وأنوار مبارك زوجها جاءت على درر زوج نقاء بتتويج وإبهار كل القلوب تناهت في السنة فرحا بالحسن يبرق في حسن وإصرار كل القلوب تناهت في السنة فرحا بالحسن يبرق പിന്നെ ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം 11 years എടുത്തിട്ടാണ് കേട്ടോ. 1994 സ്റ്റാർട്ട് ചെയ്തിട്ട് 2007 വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളവിടെ എത്തിയപ്പോഴേക്കും ഒരുവിധം എല്ലാ സ്ഥലവും ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കിവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ സെപ്പറേറ്റ് ആയി ഇരിക്കേണ്ടി വരില്ല എന്ന്. ഒരുപാട് ഫാമിലീസിൻ്റെ ഒപ്പം ഇരുന്ന് ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കാൻ പറ്റും കേട്ടോ. അതെനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. പിന്നെ ഇവിടെ ഡെയിലി 35,000 പേർക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യം പിന്നെ യുഎഇയുടെ പരമ്പരാഗത രീതിയായിട്ടുള്ള പീരങ്കി മുഴക്കിക്കൊണ്ടാണ് മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നത് കേട്ടോ. യുഎഇയിൽ ചുരുക്കം ചില പള്ളികളിൽ മാത്രമാണ് ഈ ഒരു പരമ്പരാഗത രീതി പിന്തുടരുന്നത്. പിന്നെ നമുക്ക് കിട്ടിയ ഫുഡിൽ വരുന്നത് ഒരു ബോട്ടിൽ ലബനപ്പ്, വാട്ടർ ബോട്ടിൽ, ജ്യൂസ്, പിന്നെ ഒരു ചെറിയ ബോക്സ് ഈത്തപ്പഴം, പിന്നെ ഒരു സാലഡിൻ്റെ ഒരു ബോക്സ്, ഒരു ഗ്രേവിയുടെ ഒരു ബോക്സ്, പിന്നെ ഒരു ഹാഫ് ചിക്കനോട് കൂടിയ ഒരു ബിരിയാണി, പിന്നെ ഫ്രൂട്ടായിട്ട് ബനാനയും ആപ്പിളും ഒരു വെറ്റിഷും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് ഒരാൾക്ക് കഴിക്കാൻ ധാരാളമായിരുന്നു കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കാനുള്ളൊക്കെ സമയമായപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിരുന്നു കേട്ടോ. أشهد أن لا إله إلا الله. പിന്നെ ഈ ഫുഡിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പ്രിപ്പറേഷൻ രീതി ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ അത്രയും ഹൈ ക്വാളിറ്റിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ നോമ്പ് തുറക്കുന്നത് വരെയും ആ ഫുഡിൻ്റെ ടെമ്പറേച്ചർ അവരവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊന്ന് റാഹത്തായിട്ട് നോമ്പൊക്കെ തുറന്ന് ഇറങ്ങിട്ടോ. ബാക്കി വന്ന ഭക്ഷണങ്ങൾ ആരും അവർ വേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ. എല്ലാവരും കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നോമ്പൊക്കെ തുറന്ന് ഇത് നല്ലൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ യുഎഇയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. നമ്മൾ അന്നം തരുന്ന നാട് നമുക്ക് വേണ്ടി ഇങ്ങനെ ഓരോ സൗകര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ നോക്കുക. ഈ റമദാൻ മാസത്തിൽ ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരമാണ് റമദാൻ മാസത്തിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഒരുക്കുന്നത്. എനിക്ക് തോന്നുന്നു യുഎഇയിലുള്ള ഏത് മുക്കിലും മൂലയിലായാലും റമദാൻ മാസം ആയിക്കഴിഞ്ഞാൽ ആരും ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടാൻ ജാതി മതഭേദമന്യേ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാവുന്നതുമാണ്. അതുകൊണ്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വേറെ നല്ല വീഡിയോസായി കാണുന്നത് വരെ എല്ലാവർക്കും മാസലാമ.